ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾ തകർത്തു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യ അത് സമ്മതിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പുരോഗതിയൊക്കെ നടക്കുന്നുണ്ട്. അതെന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഒരു പാരീസിൽ നടന്ന ഒരു മാധ്യമ സമ്മേളനത്തിൽ ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം വക്താവാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നടത്തിയത്. അതായത് ഇത്തരമൊരു വിവരം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല. പാകിസ്ഥാൻ്റെ അവകാശവാദം അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്, എന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ത്യ സർക്കാരിൻ്റെ വിവരങ്ങൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. അതെല്ലാം പരിശോധിച്ചു വരികയാണ് എന്നത് മാത്രമാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ഇനി ഈ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടുണ്ടെങ്കിൽ അത് റഫേലിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഗതിയാകും. കാര്യം 20 വർഷത്തോളമാണ് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മുടെ സർവീസിലുള്ളത്. ഇന്ത്യയുടെ അല്ല, മൊത്തത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യുദ്ധമുന്നണിയിൽ വെച്ച് ഒരു റഫേൽ യുദ്ധവിമാനം തകർക്കപ്പെടുന്നത്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് 6 ഇന്ത്യൻ വിമാനങ്ങൾ അവർ വെടിവെച്ചിട്ടു എന്നാണ്. അതിൽ 3 റഫേലും, 1 സുഖോയ്, 1 മിഗ്, 1 മിറാഷ്, ഇങ്ങനെ 6 വെടിവെച്ചിട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ളൊരു അവകാശവാദം ഉന്നയിച്ചു. ഇന്ത്യ ഇക്കാര്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ സൈനിക മേധാവികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നു, നമ്മുടെ റഫേൽ വെടിവെച്ചിട്ടു എന്നുള്ളത്. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ പറഞ്ഞത് ഒരു യുദ്ധമുന്നണിയിൽ പോരാട്ടം നടക്കുമ്പോൾ നഷ്ടങ്ങൾ സ്വാഭാവികമാണ്, അതുകൊണ്ട് അത് ആ രീതിയിലേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് നിയന്ത്രിച്ച പൈലറ്റുമാരെല്ലാവരും തന്നെ സുരക്ഷിതമായി തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വിമാനം നഷ്ടപ്പെടുന്നതിനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല, പകരം അത് നയിച്ച പൈലറ്റുമാർ സുരക്ഷിതരാണോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. അവരവരുടെ ഉദ്യമം പൂർത്തിയാക്കി സുരക്ഷിതമായി മടങ്ങിയെത്തി എന്നുള്ളതിലാണ് ഇന്ത്യ പ്രാധാന്യം കൊടുക്കുന്നത്. നിലവിൽ ഈ റഫേലിനെ കുറിച്ച് ഒരുപാട് ഇത്തരത്തിലുള്ള ആശങ്കകൾ പ്രചരിക്കുന്നുണ്ട്. കാര്യം ഇങ്ങനെ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ റഫേലിൻ്റെ, അതായത് ദസോത്ത് എയറോനോട്ടിക്കൽസ് എന്നാണ് കമ്പനിയുടെ പേര്, അവരുടെ ഓഹരി വില സൂചികയൊക്കെ വല്ലാണ്ട് താഴെ പോയിരുന്നു. ഈ റഫേലിനെ വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെടുന്ന ചൈനീസ് യുദ്ധവിമാനമാണ് J-10. ഷെങ്ദു എന്ന് പറയുന്ന ഒരു വിമാന കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ അവരുടെ ഓഹരി വിലകളൊക്കെ വല്ലാണ്ട് കുതിച്ചുയരുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങളെ നമ്മൾ ഒരു തലത്തിലും മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇതുവരെ. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഈ ബ്രഹ്മോസ് മിസൈൽ തൊടുത്തുവിട്ടത് ഏത് വിമാനത്തിൽ നിന്നാണെന്നുള്ള തരത്തിൽ വലിയ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. റഫേലിൽ നിന്നാണ് എന്നുള്ളതാണ്. അന്ന് റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനിൽ വ്യോമതാവളങ്ങളടക്കം ആക്രമിച്ചതെന്നാണ് വാർത്തകൾ ആദ്യം വന്നിരുന്നത്. പിന്നീട് അതിലൊരു കുറച്ചുകൂടി വ്യക്തത വന്നു. സുഖോയ് വിമാനങ്ങളിൽ നിന്നാണ് ബ്രഹ്മോസ് തൊടുത്തുവിട്ടത്. റഫേലിന് ഇന്ത്യൻ നിർമ്മിത മിസൈലുകൾ ഘടിപ്പിക്കുന്നതിന് ചില സാങ്കേതിക പ്രതിസന്ധികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റഫേലിന് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ചില മിസൈലുകൾ പ്രത്യേകമുണ്ട്, അവ മാത്രമാണ് അതിന് ഘടിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ കൂടുതൽ റഫേൽ വിമാനങ്ങൾ വാങ്ങുന്ന ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങളെല്ലാം ഏതെങ്കിലും വ്യോമതാവളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണുള്ളത്. ഇന്ത്യയുടെ ഈ വിമാനവാഹിനി കപ്പലുകളിലുള്ളത് ഇപ്പോഴും മിഗ്, മിറാഷ് അതേപോലുള്ള വിമാനങ്ങളാണ്. അപ്പോൾ ഈ റഫേലിൻ്റെ പുതിയ പതിപ്പുകൾ അത്തരം വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റഫേൽ വിമാനങ്ങളെക്കുറിച്ചുള്ള ആലോചന തൽക്കാലം നിർത്തിയെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. പകരം റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങളെ ആശ്രയിക്കാനാണ് ഇന്ത്യയുടെ നീക്കമെന്നും പറയും. 5ാം തലമുറ സുഖോയ് 55 അത്തരം വിമാനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ചർച്ചകളുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇന്ത്യക്ക് 36 റഫേൽ യുദ്ധവിമാനങ്ങളാണ് നിലവിലുള്ളത്. അതിൻ്റെ എണ്ണം 26 കൂടി വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. 2030 26 യുദ്ധവിമാനങ്ങൾ, റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. അതിൽ 22 സിംഗിൾ സീറ്ററാണ്, ഒരു പൈലറ്റ് മാത്രം ഉണ്ടാകുള്ളൂ. 4 ഡബിൾ സീറ്ററായിരിക്കും, 2 പൈലറ്റുമാർ ചേർന്ന് നിയന്ത്രിക്കുന്നതായിരിക്കും. നിലവിൽ നമ്മൾ ഈ പാകിസ്ഥാൻ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇന്ത്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തിടത്തോളം നമുക്ക് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഈ അഭ്യൂഹങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇത്തരം യുദ്ധവിമാനങ്ങൾ വെടിയേറ്റ് വീണിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല, അക്കാര്യത്തിലൊരു സ്ഥിരീകരണവും ഇല്ല.
അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഈ സ്ഥിരീകരിക്കാത്ത പ്രസ്താവനകളുമായി രംഗത്ത് വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അവർ പലതും സമ്മതിച്ചതായി വാർത്തകൾ വരുന്നു. ഇന്ത്യ തകർത്തു, ഞങ്ങളത് സമ്മതിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ വീരവാദം മുഴക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഈ പാകിസ്ഥാൻ്റെ ഈ അവകാശവാദവും ഈ ടൈം ലൈനുകളൊക്കെ ഒത്തു നോക്കുമ്പോൾ ചില പൊരുത്തക്കേടുകളുണ്ട്. കാര്യം ഇത്തരം കാര്യങ്ങൾ, അതായത് ഇന്ത്യ ആദ്യം 11 തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി. അത് വിമാനങ്ങൾ ഉപയോഗിച്ചു എന്നാണ് വിവരം. അതിനുശേഷം പാകിസ്ഥാൻ തിരിച്ചടി നൽകിയപ്പോൾ 6 യുദ്ധവിമാനങ്ങൾ ഇന്ത്യയുടെ നിലംപൊത്തിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനുശേഷം ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇന്ത്യ നിർത്തുകയും പകരം മിസൈലുകൾ, ബ്രഹ്മോസ് പോലെയുള്ള ദീർഘദൂര വലിയ ആഘാതശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ചു, വിമാനങ്ങൾക്ക് പകരം മിസൈലുകൾ ഉപയോഗിച്ചു എന്നാണ് അവരുടെ അവർ പറയുന്ന ഒരു സ്ക്രിപ്റ്റ്. അതാണ് അവരുടെ തിരക്കഥ പ്രകാരം. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് അവർ വിമാനം വെടിവെച്ചിട്ടത് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യ അക്കാര്യത്തിൽ ഇതുവരെ യാതൊരു സ്ഥിരീകരണവും കൊടുത്തിട്ടില്ല. നമ്മൾ ഈ ബ്രഹ്മോസുകൾ തൊടുത്തുവിട്ടത് ഈ വിമാനങ്ങളിൽ നിന്നാണെന്ന് ചില വാർത്തകൾ വരുന്നുണ്ട്. INS വിക്രാന്ത് എന്ന കപ്പലിൽ നിന്നാണെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ ഈ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചെന്നോ, ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചെന്നോ, ഏതൊക്കെ ആയുധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ യാതൊരു കണക്കുകളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആകെ നമ്മൾ പുറത്തുവിട്ടത് നമ്മൾ നേടിയെടുത്ത ലക്ഷ്യങ്ങളുടെ അതിൻ്റെ കൃത്യ ഉപഗ്രഹ ചിത്രങ്ങളും അതിൻ്റെ പഴയ ചിത്രങ്ങളും പുതിയ ചിത്രങ്ങളും തമ്മിലുള്ള താരതമ്യം വെച്ചിട്ട് കൃത്യമായി ഏതാണ്ട് 11 കേന്ദ്രങ്ങളിൽ അതിൽ ഏതാണ്ട് 6ഓളം സൈനിക താവളങ്ങളാണ്, 1-2 വിമാനത്താവളങ്ങളും ഇന്ത്യ പാകിസ്ഥാനിൽ തകർത്തതായിട്ട് അല്ലെങ്കിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയതായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യം ഒരു 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെങ്കിൽ പിന്നീട് പാകിസ്ഥാൻ സേന ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇന്ത്യൻ ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം, വ്യോമാക്രമണം വഴി, ഡ്രോണുകൾ വഴി ആക്രമണം നടത്തുന്ന സാഹചര്യം. ഇതിന് തിരിച്ചടി എന്ന നിലയിലാണ് ഇന്ത്യ കൃത്യമായി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ ഇതിന് തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നതിന് മണിക്കൂറുകൾ മുമ്പേ ഇന്ത്യ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയതാണ് പാകിസ്ഥാനെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കിയത്. അവർ ഒരു വെടിനിർത്തലിലേക്ക് അഭ്യർത്ഥനയുമായി വരാനുള്ള കാരണം അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് നമ്മൾ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണം, ഏതാണ്ട് 15ഓളം ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അത് കൃത്യമായി ലക്ഷ്യത്തിലെത്തി. പാക് പ്രധാനമന്ത്രി പോലും അത് ഇപ്പോൾ അസർബൈജാനിൽ പോയി ഔദ്യോഗികമായിട്ട് പറഞ്ഞു, ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ പ്രയോഗിച്ചു, അത് സ്ഥിരീകരണം ഉണ്ടായി. അത്തരത്തിൽ ഒരാക്രമണം നടത്തിയതുകൊണ്ട് പാകിസ്ഥാൻ്റെ എല്ലാ പദ്ധതികളും, കാര്യം വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിക്ക് അവർ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. സൈനിക മേധാവി അതിനുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കിയിരുന്നു. പക്ഷേ അവരുടെ കണക്കുകൂട്ടലിൽ പിഴവുണ്ടായി. ഇന്ത്യ വലിയ രീതിയിലുള്ളൊരു മിസൈൽ ആക്രമണം നടത്തിയതുകൊണ്ടാണ് അത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അറുതി വരാനുള്ള സാധ്യത ഉണ്ടോ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്? കാരണം ഇനിയിപ്പോൾ വീണ്ടും വിമാനങ്ങൾ വാങ്ങുന്നു, അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ചൈനയുടെ സഹായത്തോടുകൂടി പല സംവിധാനങ്ങളിലേക്കും വരുന്നു. ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാകുമോ? അതായത് പാകിസ്ഥാൻ്റെ നിലവിലെ ഒരു രീതി അനുസരിച്ച് നമ്മളൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 വർഷത്തേക്ക് പിന്നെ അനക്കമൊന്നും ഉണ്ടാവില്ല. സൈനികമായിട്ടാണെങ്കിലും ശരി, അവരുടെ ഭീകരവാദ നീക്കങ്ങളായാലും ശരി, 3-4 വർഷത്തേക്കെങ്കിലും മിനിമം ഉണ്ടാവില്ല. ഇപ്പോൾ ഇന്ത്യ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയ സ്ഥിതിക്ക് പെട്ടെന്നൊന്നും പാകിസ്ഥാൻ തലപൊക്കില്ലെന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ഇത് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ മുഴുവൻ വടക്കുകിഴക്കൻ മേഖലയിലാണ്. അവിടെ ചൈനയും ബംഗ്ലാദേശും നല്ല തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ സൈനിക താവളങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള. റാഫേൽ യുദ്ധവിമാനങ്ങളടക്കം അവിടെ സജ്ജീകരിക്കുന്ന നടപടികളിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.